ഏറെ നാളുകൾക്ക് ശേഷം ആരാധകർ കാത്തിരുന്ന ISL തിരിച്ചെത്തി സീസൺ പുരോഗമിക്കുമ്പോൾ അധിക ടീമുകളും ഈ സീസൺ റിലഗേഷനില്ലാതെ സീസൺ അവസാനിപ്പിക്കാനാണ് നോക്കുന്നത്. നിലവിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിൽ ക്ലബ്ബുകൾ നിലനിൽപ്പ് മാത്രം നോക്കിയാണ് സൈനിങ്ങും നടത്തിയിട്ടുള്ളത്. സോ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രകടനവും ആരാധകർ പ്രതീക്ഷിക്കുന്ന അത്രയും ഉണ്ടാകില്ല എന്ന് വ്യക്തമാണ്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സും ബ്ലാസ്റ്റേഴ്സിന്റെ ഫാൻ അഡ്വൈസറി ബോർഡും നടത്തിയ ചർച്ചയിൽ പുറത്തു വന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ലീഗ് വൈകിയതിന്റെ കാരണമായി നഷ്ടമായ കണക്കുകളാണ് ക്ലബ് ഇപ്പോൾ പുറത്തുവിട്ടത്. സെൻട്രൽ പൂൾ റവന്യൂവിൽ, അതായത് ലീഗ് ഓർഗനൈസേഴ്സും ക്ലബ്ബുകളും തമ്മിൽ ബ്രോഡ്കാസ്റ്റിംഗ്, മീഡിയ റൈറ്റ്സ്, ടൈറ്റിൽ സ്പോൺസർ തുടങ്ങിയവയിൽ നിന്ന് റവന്യൂ ഷെയറിംഗ് പരിപാടിയാണിത്. അതിൽ നിന്ന് ഇത്തവണ 18 കോടിയോളം നഷ്ടമായി. നോർമൽ സീസണിൽ നിന്ന് കിട്ടുന്ന സ്പോൺസർഷിപ്പ് ഇൻകത്തിൽ നിന്ന് ഇത്തവണ 30% ഇൻകം മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ചിട്ടുള്ളത്. സീസൺ നടത്താൻ ഫ്രാഞ്ചൈസി ഫീയും ഓപ്പറേഷണൽ ഫീയും ഇത്തവണ കൊടുക്കേണ്ടി വന്നു. ടോട്ടൽ 40 കോടിയോളം ചിലവ് ഈ സീസണിൽ കണക്കുകൂട്ടിയപ്പോൾ 7 കോടി മാത്രമാണ് വരവുണ്ടായത്. അതായത് 33 കോടിയോളം നഷ്ടം. ഓണേഴ്സ് ക്ലബ്ബ് പിരിച്ചുവിടാൻ തീരുമാനിച്ചെങ്കിലും ക്ലബിന്റെ ദീർഘകാല ഭാവിയും നിലനിൽപ്പും പരിഗണിച്ചാണ് തീരുമാനം മാറ്റിയിട്ടുള്ളത്. സോ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ താരങ്ങളുടെയും കോച്ച്, സ്റ്റാഫ് തുടങ്ങിയവരുടെ സാലറി കട്ട് ചെയ്തും 45 ദിവസം വേണ്ടിയിരുന്ന പ്രീ സീസൺ 15 ദിവസമായി ചുരുക്കിയതും ക്ലബിന്റെ ഈ സീസണിലെ നിലനിൽപ്പ് പരിഗണിച്ച് തന്നെയാണ്. സോ റിസൾട്ടിന് ഈ സീസണിൽ പ്രാധാന്യം കൊടുക്കുന്നില്ല, നിലനിൽപ്പ് മാത്രമാണ് പ്രാധാന്യം. ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ നമ്മൾ പറയുന്നതായിരിക്കും. വീഡിയോ അവസാനിക്കുന്നു. കൂടുതൽ കേരള ISL വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ കാണാം.